ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തങ്ങയും വൻപയറും കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മതിയാകും കഴിക്കാനായിട്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 1/4 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഒരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാം മത്തങ്ങ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നതുവരെ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണും താഴെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ വേകാൻ വെച്ചിട്ടുള്ള പയറും മത്തനും വെന്തിട്ടുണ്ടോ എന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ മത്തനും പയറെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്പൂണ് കൊണ്ട് ഒന്നും കൂടെ ഇതൊന്ന് ഉടച്ചിട്ടെടുക്കണം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുകും കൂടെ ഒന്ന് താളിച്ച് ഒഴിക്കണം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കണം. കടുക് നന്നായിട്ട് ഇനി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് ഇനി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മതിയാകും കഴിക്കാനായിട്ട്. അത്ര ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്.